ഇന്ന് മാധ്യമങ്ങളിൽ വന്നിട്ടുള്ളൊരു വാർത്ത നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. തിരുവനന്തപുരം AKG സെന്ററിന് നേരെ 22 ജൂലൈ 30 രാത്രി 11:20 ഒരു ബോംബാക്രമണം നടക്കുകയും അതിശക്തമായിട്ടുള്ള ബോംബേറായി. അത് AKG ഹാളിൻ്റെ ഗേറ്റ് തട്ടി കെട്ടിടത്തിൽ കൊള്ളാതെ സ്ഫോടനമുണ്ടായി. അന്ന് ആ ശബ്ദം കേട്ട് ഒരുപാട് ആളുകൾ അവിടെ ഓടിക്കൂടി. ഞാനന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. AKG സെന്ററിൻ്റെ തൊട്ട് മുൻപിലുള്ള പാർട്ടി ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ ശബ്ദം കേട്ട് ഞാനും AK സെന്ററിലേക്ക് വന്നു. അപ്പോഴേക്കും പോലീസും പത്രക്കാരും എല്ലാം അവിടെ നിറഞ്ഞു നിന്നിരുന്നു. ഈ ബോംബാക്രമണം സംബന്ധിച്ച് അന്ന് പത്രക്കാർ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊരു ആസൂത്രിതമായിട്ടുള്ളൊരു ആക്രമണമാണ്. നിങ്ങൾ ആരെങ്കിലും പ്രത്യേകിച്ച് സംശയിക്കുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, ഇന്നത്തെ നിലയിൽ രാഷ്ട്രീയ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ അക്രമത്തിൻ്റെ പിന്നിൽ കോൺഗ്രസ് ആകാനാണ് സാധ്യത. പോലീസിൻ്റെ അന്വേഷണത്തിൽ കുറ്റവാളികളെ കണ്ടെത്താനാകും എന്ന് തന്നെ ഞാനന്ന് പത്രക്കാരോട് പറയുകയുണ്ടായി. പിന്നീട് ആ ബോംബേറെ സംബന്ധിച്ച് KPCC പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞു, ഞാനാണ് EP ജയരാജനാണ് ഈ ബോംബേറിൻ്റെ പിന്നിൽ എന്ന് തന്നെ പത്രക്കാരോട് പറയുകയുണ്ടായി. പോലീസ് വളരെ ഫലപ്രദമായ അന്വേഷണം നടത്തി. ആ ബോംബാക്രമണം ആസൂത്രിതമാണ് എന്ന് വ്യക്തമായി. ആ കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിച്ചു. അതിൻ്റെ പ്രധാന ആസൂത്രകനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാൻ. ആ സുഹൈൽ ഷാജഹാൻ ആ കേസിൽ പ്രധാന പ്രതിയാണ്, ആസൂത്രകനാണ്. ആ സുഹൈൽ ഷാജഹാൻ ഈ കേസ് വന്നപ്പോൾ ഇന്ത്യ വിട്ടു. കഴിഞ്ഞ 2 വർഷക്കാലം വിദേശത്തൊക്കെയായിരുന്നു. അങ്ങനെ വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിലേക്ക് വന്നത് ഏത് വഴിക്കാണെന്നുള്ളത് ഇപ്പോഴും പലതരത്തിലുള്ള സംശയങ്ങളും ഉയർത്തുന്നുണ്ട്. ഏതായാലും നേപ്പാളിലെത്തി. നേപ്പാളിൽ നിന്ന് കാഠ്മണ്ഡു വഴി ഡൽഹിയിൽ വന്ന് തിരിച്ച് കാഠ്മണ്ഡുവിലേക്ക് പോകാൻ ഡൽഹിയിലെത്തിയപ്പോഴാണ് ഡൽഹി പോലീസ് സുഹൈൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്തു. കേരള പോലീസിന് വിവരം നൽകി. സുഹൈൽ ഷാജഹാനെ കേസ് FIR ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ലുക്ക് ഓഫ് നോട്ടീസ് കൊടുത്തിട്ടുള്ള ഒരു പ്രതിയാണ് സുഹൈൽ ഷാജഹാൻ. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ പത്രങ്ങളിലും ടെലിവിഷനിലുമൊക്കെ ഈ പടം വന്നപ്പോഴാണ് ആ സുഹൈൽ ഷാജഹാൻ മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാമധ്യേ ഇൻഡിഗോ വിമാനത്തിലുണ്ടായ സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മുഖ്യമന്ത്രിക്ക് നേരെ ചാടി ആക്രമിക്കാൻ വന്നപ്പോൾ ഞാൻ വിമാനത്തിനകത്ത് അവരെ പ്രതിരോധിച്ചു. ആക്രമിക്കാൻ അവർ കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും മുഖ്യമന്ത്രിയെ രക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു. അന്ന് ഞങ്ങളുടെ തൊട്ട വലതുഭാഗത്ത് സീറ്റിൽ ഇരുന്നിരുന്നത് ഈ സുഹൈൽ ഷാജഹാനാണ്. ഈ ഷാജഹാന്റെ പടം ഇപ്പോൾ പത്രങ്ങളിൽ വന്നപ്പോഴാണ് ആ സംഭവത്തിൻ്റെ ആസൂത്രകനും ഈ സുഹൈൽ ഷാജഹാനാണ്
സുധാകരൻ്റെ KPCC പ്രസിഡന്റിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ഈ സുഹൈൽ ഷാജഹാൻ. അവൻ കണ്ണൂരിൽ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് വിമാനത്തിൽ കയറിയത്. ചിറ്റാരിപ്പറമ്പിലോ മറ്റോ ആണ് അവൻ്റെ ഭാര്യാഗൃഹം. ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ഉപയോഗിച്ചുകൊണ്ട് അക്രമം സംഘടിപ്പിക്കുക, വിമാനത്തിൽ മുഖ്യമന്ത്രിയെ ആക്രമിക്കുക, AKG സെന്ററിന് നേരെ ബോംബാക്രമണം നടത്തുക, ഇതെല്ലാം നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതിന് നേതൃത്വം കൊടുത്ത ആളാണ് സുധാകരൻ. സുധാകരൻ ഈ ആക്രമണം നടത്തുന്ന AKG സെന്ററിന് നേരെ ആക്രമണം നടത്തുന്നതിന് പല ഉദ്ദേശങ്ങളുമുണ്ട്. അതിലൊന്ന് സംഘർഷമുണ്ടാക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും വേണമെങ്കിൽ മറ്റു പലരെയും സംശയിക്കാം. അങ്ങനെ വരുമ്പോൾ CPM-ഉമായിട്ട് അത്തരക്കാരുമായിട്ട് സംഘർഷമുണ്ടാകാം. ആ സംഘർഷങ്ങളെ മുതലെടുക്കാനുള്ള ആസൂത്രിതമായ ഒരു പദ്ധതി കൂടിയാണ് സുധാകരൻ പ്ലാൻ ചെയ്തത്. ആ പദ്ധതിയിലെ പ്രധാന പ്രതിയെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അന്ന് വിമാനത്തിൽ മുഖ്യമന്ത്രി ആക്രമിക്കാനുള്ള സംഘം സഞ്ചരിച്ചപ്പോൾ ഈ സുഹൈൽ ഷാജഹാൻ ആ വിമാനത്തിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു മൂലയിലിരുന്ന് വിമാനം ലാൻഡ് ചെയ്തപ്പോൾ അതിവേഗത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടു എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അന്ന് ഇത്തരത്തിലുള്ളൊരു ഒരാളാണ് സുഹൈൽ ഈ ഷാജഹാനാണ് അവിടെ ഇരിക്കുന്നത് എന്നൊന്നും ഞങ്ങൾക്കാർക്ക് പറഞ്ഞുകൂടായിരുന്നു. ഞങ്ങൾ ആക്രമിക്കാൻ ചാടി വന്ന പ്രതികളെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതാണ് ഈ കേരളത്തിൽ പല മേഖലകളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ സംഘടിപ്പിക്കുകയും ആക്രമണങ്ങൾ വ്യാപകമാക്കാൻ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നവർ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്, മാറി നിൽക്കേണ്ടതാണ്.